ഹായ്, നമസ്കാരം. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത് നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ട് വളരെയധികം കാലഘട്ടമൊന്നും ആയില്ല. പക്ഷേ ഈ ചെറിയ കാലയളവിൽ തന്നെ AI നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. നമുക്കറിയാം, നമ്മുടെ സ്മാർട്ട് ഫോണുകൾ, നമ്മുടെ സ്മാർട്ട് ഗാഡ്ജറ്റുകൾ ഇതെല്ലാം AI ബേസ്ഡ് ആണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് AI ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്മാർട്ട് ടിവിയെ കുറിച്ചാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ LGയുടെ 2025 ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡൽ LG QNET 8G. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ AI TV. 43 മുതൽ 100 ഇഞ്ച് വരെയുള്ള സ്ക്രീൻ സൈസിൽ ഈ ടിവികൾ അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് 55 ഇഞ്ചിലുള്ള QNET 8G എന്ന് പറയുന്ന മോഡലാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ടി വി ഞാൻ AI TV എന്ന് വിളിക്കാൻ കാരണം? ഇതിന്റെ പിക്ചർ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി, അതുപോലെ സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, ഇതിനെല്ലാത്തിനും വേണ്ടി AI ബേസ്ഡ് ആയിട്ടുള്ള Alpha 8 Gen 2 AI പ്രോസസ്സറാണ് ഈ ടിവിയിൽ കൊടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ എന്തൊക്കെ AI ഫീച്ചേഴ്സ് ആണ് ഈ ടിവിയിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളത് AI TV ആണെന്ന് പറഞ്ഞു. എന്തൊക്കെ AI സർവീസാണ് ഈ ടി വി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ സെറ്റിംഗ്സിൽ പോയി നമ്മൾ നോക്കുമ്പോൾ AI സർവീസ് എന്ന ഓപ്ഷൻ ടി വിയിൽ കാണാൻ സാധിക്കും. അതായത് AI ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് AI പിക്ചർ പ്രോ, AI ബ്രൈറ്റ്നസ് സെറ്റിംഗ്സ്, അതുപോലെ AI ജോണർ സെലക്ഷൻ, AI സൗണ്ട് പ്രോ, AI അക്കോസ്റ്റിക് ട്യൂണിംഗ്, AI റെക്കമെൻഡേഷൻ, അങ്ങനെ AI ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ AI സർവീസ് എന്ന സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അതുകൂടാതെ നമ്മുടെ പിക്ചർ മോഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ വർഷം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന AI പേഴ്സണലൈസ് പിക്ചർ വിസാറിൻ്റെ സെറ്റിംഗ്സ് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അതുപോലെ സൗണ്ടിന് വേണ്ടിയിട്ടുള്ള, അതായത് നോർമൽ വരുന്ന സൗണ്ടിനെ 9.1.2 ചാനലിലേക്ക് അപ്സ്കെയിൽ ചെയ്യുന്ന AI സൗണ്ട് പ്രോ എന്ന് പറയുന്ന സൗണ്ട് മോഡും നമുക്കിവിടെ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഫ്രണ്ട്സ്, ഈ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI മാജിക് മോഷൻ റിമോട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങളൊന്ന് നോക്കിയേ, AIക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ കൂടി ഈ റിമോട്ടിൽ കൊടുത്തിട്ടുണ്ട്. വളരെ സ്ലിം, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിനുള്ളത്. പണ്ടൊക്കെ നമ്മുടെ ടി വിയിൽ ഇപ്പോൾ സിനിമ കാണുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റിലൊക്കെ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, മാനുവലി നമ്മൾ ആ ഒരു സെറ്റിംഗ്സിൽ പോയിട്ട് ബ്രൈറ്റ്നസ് കൂട്ടി, കോൺട്രാസ്റ്റ് കൂട്ടി, ഷാർപ്നെസ് കൂട്ടി, പലപ്പോഴും നമ്മൾ ആ ഒരു ഇത് ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ വിജയിക്കാറില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്താറില്ല. അതുപോലെ തന്നെ സൗണ്ടിന്റെ കേസിലാണെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സൗണ്ട് നമ്മൾ ടി വി പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. അതിന് നമ്മൾ സെറ്റിംഗ്സിൽ പോയി കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യാസമായി LG AI TV നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു പിക്ചർ മോഡും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു സൗണ്ട് മോഡും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ AI TVയിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിന്റെ പേരാണ് AI പിക്ചർ വിസാർഡ് ആൻഡ് AI സൗണ്ട് വിസാർഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളൊരു പിക്ചർ മോഡിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് AI പിക്ചർ വിസാർഡ്. അതിനായി AI നിങ്ങൾക്ക് പിക്ചേഴ്സിൻ്റെ ഒരു റെക്കമെൻഡേഷൻസ് നൽകും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിക്ചറുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടി വി നിങ്ങൾക്കായി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പിക്ചർ മോഡ് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. അതുകൂടാതെ സൗണ്ടിൻ്റെ കാര്യത്തിലും നമുക്ക് സെയിം ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്, AI പേഴ്സണലൈസ് സൗണ്ട് വിസാർഡ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സൗണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് ഈ ഓപ്ഷൻ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങളുടെയും ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫീച്ചർ ഉണ്ടെങ്കിലോ, അതാണ് LGയുടെ AI വോയിസ് ID. ഈ ഒരു ഫീച്ചർ ഉള്ള ടി വി ആണെന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനനുസരിച്ചിട്ട് 10 പ്രൊഫൈൽ വരെ നമുക്ക് ഈ ടി വിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ജസ്റ്റ് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് ടി വിയിലേക്ക് നിങ്ങൾ എന്തെങ്കിലും കമാൻഡുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വോയിസ് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഏതാണോ ആ പ്രൊഫൈലിലേക്ക് ടി വി നിങ്ങളെ കൊണ്ടുപോകുന്നു. അതായത് ഇതിന് പാസ്വേഡോ കാര്യങ്ങളോ ഒന്നും അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ വോയിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പ്രൊഫൈൽ സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ഇതിന് വോയിസ് ID നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.
നമ്മൾ ഷോപ്പിൽ നിന്ന് ടി വി മേടിച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സെയിൽസ്മാൻ്റെ നമ്പർ വരും. എന്തിനാ, നമുക്ക് വീട്ടിൽ വന്നതിന് ടി വിയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ സെയിൽസ്മാനെ വിളിക്കുക, അവരോട് ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഈ പ്രാവശ്യത്തെ LG A ചാറ്റ് ബോർഡ് എന്നൊരു ഫീച്ചർ ഉണ്ട്. അതായത് ആരെയും വിളിക്കാതെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രോബ്ലംസ് കാര്യങ്ങൾ ടി വി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ചാറ്റ് ബോർഡിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങളുടെ സെറ്റിംഗ്സ് ബട്ടൺസ് ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെ മുകളിലായിട്ട് ഈ ചാറ്റ് ബോർഡ് ഉണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ടിവിയുടെ പിക്ചർ മോഡ് ഉള്ളത് വിവിഡിലാണ്. ഇത് നമുക്ക് ഈ ചാറ്റ് ബോർഡിലൂടെ സിമ്പിളായിട്ട് വോയിസ് ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാം. പിക്ചർ മോഡ് സിനിമ. Okay, I switch to cinema mode. ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വോയിസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ടിവിയുടെ സെറ്റിംഗ്സ് ഈ ചാറ്റ് ബോർഡിലൂടെ നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയും. അപ്പോൾ അതുപോലെ ഈ ടിവിയുടെ എല്ലാ ഫീച്ചേഴ്സും അതുപോലെ എല്ലാ സെറ്റിംഗ്സും ഈ ചാറ്റ് ബോർഡിലൂടെ സിമ്പിൾ ആയിട്ട് വോയിസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നുള്ളതും ഈ ടിവിയുടെ പ്രത്യേകതയാണ്. സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ OS നായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ ടി വി ഈ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് OS ആയ WebOS 25 വേർഷനിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടും. അതായത് നിങ്ങളുടെ ടി വി 5 വർഷത്തേക്ക് പഴയതാവാതെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഈ ടിവിയുടെ സ്മാർട്ട് ഫീച്ചേഴ്സിനെ പറ്റിയാണ്. ഇനി ഇതിന്റെ പിക്ചർ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി ഇതിനെ കുറിച്ച് നമുക്ക് നോക്കാം. കോൺഫൈഡ് നാനോ എൻഹാൻസ്ഡ് ഡിസ്പ്ലേ ടെക്നോളജിയിൽ വരുന്ന ഈ ടി വി മിനി LED കൂടി യൂസ് ചെയ്യുന്നതിന്റെ പേരിൽ പിക്ചർ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും നമുക്ക് ചെയ്യേണ്ടതില്ല. ഏറ്റവും ബെസ്റ്റ് പിക്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ Alpha 8 Gen 2 AI പ്രോസസ്സറാണ് ഈ ടി വിയിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് പിക്ചർ ക്വാളിറ്റിയിലാണെങ്കിലും സൗണ്ട് ക്വാളിറ്റിയിലാണെങ്കിലും അതുപോലെ AI സൗണ്ട് പ്രോ, അതുപോലെ സിനിമ സൗണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സൗണ്ട് മോഡുകളും നമ്മുടെ ടി വി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഡോൾബി വിഷൻ അതുപോലെ ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ടും ഈ QNED ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് VRR, ALLM, HDIG അതുപോലെ തന്നെ AMD ഫ്രീസിംഗിന്റെ സപ്പോർട്ടും ഈ QNED സപ്പോർട്ട് ചെയ്യും. ടി വി മേടിക്കുന്ന സമയത്ത് നമ്മൾ മറക്കാതെ മേടിക്കുന്ന ഒരു ഗാഡ്ജറ്റും കൂടി ഉണ്ട്. എന്താണ് സൗണ്ട് ബാർ, അല്ലെ? പലരും സൗണ്ട് ബാർ മേടിച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ചിലർ ചിലപ്പോൾ ടി വി മേടിക്കുന്ന സമയത്ത് സൗണ്ട് ബാർ ഒഴിവാക്കുകയാണ് ചെയ്യുക. നമുക്ക് അതിനൊരു പരിഹാരമുണ്ട്. ഈ QNED ടിവിയോടൊപ്പം തന്നെ വാവ് ബ്രാക്കറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഡ്രില്ലിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങളുടെ സൗണ്ട് ബാർ വളരെ ഈസി ആയിട്ട് ടി വി ആയിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് സിനിമാറ്റിക് എക്സ്പീരിയൻസ് വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് സൗണ്ട് ബാർ അല്ലെങ്കിൽ ഹോം തിയേറ്റർ സിസ്റ്റംസ് ഒക്കെ അവൈലബിൾ ആണ്, അല്ലെ? അപ്പൊ നമ്മളൊരു സൗണ്ട് ബാർ അല്ലെങ്കിൽ ഹോം തിയേറ്റർ മേടിക്കുമ്പോൾ ടിവിയുടെ റിമോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ സൗണ്ട് ബാറിന്റെ റിമോട്ട് ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ LG അവതരിപ്പിക്കുന്ന വാവ് ഇന്റർഫേസ് എന്നൊരു ഓപ്ഷൻ നമ്മുടെ ടിവിയിൽ അവൈലബിൾ ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LGയുടെ സൗണ്ട് ബാർ പ്ലസ് LGയുടെ ടി വി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒറ്റ റിമോട്ടിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സൗണ്ട് ബാർ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടിവിയുടെ സ്പീക്കർ യൂസ് ചെയ്യാറില്ല. പക്ഷേ ടിവിയുടെ സ്പീക്കറിന് ഒരു പ്രത്യേകത ഉണ്ട്, നല്ല വോക്കൽ ക്ലാരിറ്റി ആയിരിക്കും. ടിവിയുടെ ഈ വോക്കൽ ക്ലാരിറ്റിയുള്ള സ്പീക്കറും സൗണ്ട് ബാറിന്റെ സൗണ്ടും കൂടി ചേർത്തിട്ട് നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് വരുന്ന ഒരു ഫീച്ചർ ഈ ടിവിയിലുണ്ട്, വാവ് ഓർക്കസ്ട്ര. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതൊക്കെ വെച്ചിട്ട് ഏറ്റവും നല്ല പിക്ചർ ക്വാളിറ്റി നൽകുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റി നൽകുന്ന, നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന, നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകുന്ന ഏതെങ്കിലും ഒരു ടി വി ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നിങ്ങൾക്ക് പറയാം LG QNED TV. അപ്പോൾ QNED 8Gയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.